നമസ്കാരം, വെൽക്കം ബാക്ക് ടു വരയും സൊറയും. സോ ഇന്ന് നമ്മുടെ ഹോബി ബിൽഡിങ്ങിൻ്റെ ഭാഗമായിട്ട് കോർപ്പറേറ്റിൽ പണിയൊക്കെ തീർത്ത് നമ്മൾ തിരിച്ചു വന്ന് വീണ്ടും വരയ്ക്കാനിരിക്കുകയാണ്. അപ്പം ലൈക്ക് ഐ റിയലി തിങ്ക് ദാറ്റ് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഇങ്ങനെ എന്തെങ്കിലും ഒരു ഹോബി വേണമെന്ന്. കാരണം തിരിച്ചു വന്ന് നമുക്കിഷ്ടപ്പെട്ടൊരു സംഭവം ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു റിലാക്സേഷനാണ്. ആൻഡ് ആ ഒരു പോയിൻ്റ് ഓഫ് ടൈമിൽ നമുക്ക് ആ വർക്കിൻ്റെ ടെൻഷനും പ്രഷറൊക്കെ മറന്നു നിൽക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ്സ് എ വെരി പീസ്ഫുൾ തിങ്. പിന്നെ ഇടയ്ക്ക് മാനേജറിനെ പറ്റി കുറ്റം നിങ്ങളോട് പറയുന്നുണ്ട്, അതൊന്ന് കിട്ടുന്നൊരു സുഖം. ഓക്കെ, തിങ്സ് അപ്പാർട്ട്. അപ്പം ഇന്ന് നമ്മൾ വരയ്ക്കുന്നത് ആനയുടെ ചെവിയും ആൻഡ് തലയുമാണ്. അപ്പം നമ്മുടെ ആനേൻ്റെ ചെവി എപ്പോഴും ആട്ടിക്കൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഒരു പോർഷൻ മാത്രം ഇങ്ങനെ കോൺകേവ് ആയിട്ട് ഓർ കോൺവെക്സ് ആയി നിൽക്കും. അപ്പോൾ ഈ കോൺവെക്സ് ആയി നിൽക്കുന്ന ഭാഗം എക്സ്പോസ് ടു സൺലൈറ്റ് ആയിരിക്കും. അതാണ് അതിനെ ഒരു ലൈറ്റ് ഷെയ്ഡ് കൊടുത്തേക്കുന്നത്. ആൻഡ് എക്സ്പോസ് ടു സൺലൈറ്റ് ആയതിൻ്റെ പിന്നെ ബാക്കിയുള്ള സംഭവം ഒരു കാൻഡിലിവർ പോലെയാണ്. അപ്പോൾ അതിന് ഭയങ്കര സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതാണ് ഇങ്ങനെ ഒരു വേവ്സ് പോലെ അറ്റത്ത് കിടക്കുന്നത്. ആൻഡ് പോസ് ദാറ്റ് നമ്മളിപ്പോൾ തലയിലുള്ള ആ തുമ്പിക്കൈൻ്റെ അറ്റത്തായിട്ടുള്ള റിങ്കിൾസ് വരച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദർ ബി ടു മച്ച് ഓഫ് റിങ്കിൾസ്. അപ്പോൾ റിങ്കിൾസിൻ്റെ ഓരോ അറ്റവും കുറച്ച് ഡാർക്കറും പിന്നെ ബാക്കി എക്സ്പോസ് ടു സൺലൈറ്റ് ഓർ വെളിച്ചം അടിക്കുന്ന ഭാഗം കുറച്ച് ലൈറ്റർ ആക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ചെറുതായിട്ടൊന്ന് പാളിപ്പോയിട്ടുണ്ട്, അത് നമ്മൾ വീണ്ടും പിടിക്കും. സോ ആൻഡ് പോസ് ദിസ്. എനിക്കിനി ചെയ്യാനുള്ളത് തലേൻ്റെ ലെഫ്റ്റ് ഭാഗത്തായിട്ട് കുറച്ചുകൂടെ നല്ല ലൈക്ക് സൺലൈറ്റ് നന്നായിട്ട് അടിക്കുന്ന ഭാഗമാണ്. സോ അവിടെ കമ്പയർഡ് ടു റൈറ്റ് സൈഡ് കുറച്ചുകൂടെ ലൈറ്റർ ഷെയ്ഡ് ആക്കണം. സോ ഇതൊക്കെ ഞാനിപ്പം പഠിച്ച് വരുന്നേ ഉള്ളൂ. ആൻഡ് ഇൻ ദ കമ്മിങ് വീഡിയോസ് യു വിൽ സീ മീ ഞാനതെങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുന്നതെന്ന്. ഓക്കെ ദെൻ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.